സോ ടുഡേ എ ഡേ ഫുൾ ഓഫ് എയർപോർട്ട്സ്, എൻ്റെ എയർപോർട്ട് വ്ളോഗാണ്. അതായത് നമ്മൾ ഇപ്പോൾ കറൻ്റ് ടൈം 1:30 ഇന്ത്യയിലും നമ്മൾ പോകുന്നത് ഷാർജയിൽ 8 hours ലേ ഓവർ ഉണ്ട്. എന്നിട്ടാണ് നമുക്ക് സൗദിയിലേക്കുള്ള ഫ്ലൈറ്റ്. നമ്മൾ സൗദിക്കാണ് പോകുന്നത്. ഷാർജയിൽ എന്ത് ചെയ്യുന്നു, 8 hour ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഷാർജയിൽ എന്താ ചെയ്യാനുള്ള പരിപാടി ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. അതിൻ്റെ ഒരു ഇതിലാണുള്ളത്. അതായത് നമ്മൾ പുതിയ പുതപ്പ് വാങ്ങി, നല്ല തണുപ്പാന്ന് കേട്ടെ സൗദി ഷാർജ. സോ അതിന് പറ്റിയ സാധനം ഇവിടെ ഇതെല്ലാം ചൂടും. എനിവേസ് ലെറ്റ്സ് ഗോ ഷാർജ ആൻഡ് സീ ഹൗ ഇറ്റ് ഗോസ്. ചെറിയ പണി കിട്ടി. എന്താ വെച്ചാൽ നമ്മൾ പൈസ എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ പുറത്തുനിന്ന് മീൻസ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിന്. ഈ എമിഗ്രേഷനൊക്കെ അതിന് മുമ്പ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇതിനുള്ളിലെത്തിയപ്പം എക്സ്ചേഞ്ച് കൗണ്ടേഴ്സ് ഒന്നുമില്ല. യു ജസ്റ്റ് ഹാവ് ഓൺലി ഇന്ത്യൻ മണി. അപ്പോൾ ഷാർജയിലൊക്കെ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഐ ഡോണ്ട് ഹാവ് എനി ദിർഹംസ് ഓർ സംതിങ്. അപ്പോൾ അതൊരു സിറ്റുവേഷനാണ്, അതൊരു ചാലഞ്ചാണ് നമ്മൾ. അപ്പോൾ അത് നമ്മൾ തരണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഷാർജയിൽ നമ്മൾ പിന്നെ കോളേജ് പരിപാടി ആയിരുന്നു. അത് കഴിഞ്ഞ് ഡയറക്റ്റ് കയറി. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ ഉറങ്ങാനൊന്നും ടൈം കിട്ടില്ല. അപ്പോൾ നല്ല ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്. എനിവേ ഷാർജയിൽ അത് ഉറങ്ങി തീർക്കാമെന്ന് വിചാരിക്കും. നല്ലൊരു ഐഡിയ ഇല്ല നമുക്ക്. ഫൈനലി കുറച്ച് നേരം ഇവിടെ തന്നെ ഡിലേ. കാലിക്കറ്റ് safety demonstration അങ്ങനെ ഒഫീഷ്യലി പണിവാളി ഷാർജെത്തി. പക്ഷേ ദ പ്രോബ്ലം ഇസ് ദാറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല മണി. മിനിമം 1000 ആയിരുന്നു. ഞാനാണെങ്കിൽ കാലിക്കറ്റിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങി ജ്യൂസിനൊക്കെ 150 170 വാങ്ങി 1000 കുറച്ച് കറക്റ്റ് 700 ബാക്കി. അപ്പം ആ കാര്യത്തിൽ ഫ്ലോപ്പായി. ഇനി ഞാൻ പറയുമ്പോൾ ഒരു ജ്യൂസ് ബാക്കിയുണ്ട്, ആ ജ്യൂസ് കുടിക്കുക, ഉറങ്ങുക. All passengers flying on board Air Arabia العربية للطيران. പണ്ടം കാണാം. ഓക്കെ, ഇനി ഷാർജ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യാം. ഷാർജ എയർപോർട്ട് ഫുൾ നന്നായിട്ട് കുറേ നേരം കടന്ന് ഉറങ്ങി. പിന്നെ പണം കണ്ട് Departing to Dhaka. ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ നമ്മൾ ഗേറ്റ്സിൻ്റെ അടുത്ത് പോകണം. ഓൺ ദ വേ മെല്ലെ ഗേറ്റിലേക്ക് അങ്ങ് കയറി. നമ്മുടെ ഗേറ്റ് നമ്പർ 8 ആണ്. ലെറ്റ്സ് ഫൈൻഡ് ഗേറ്റ് നമ്പർ 8. ഗേറ്റ് നമ്പർ 8 കിട്ടി ഗൈസ്. Flying on board Air India Express. Flight number. All passengers flying on board Air India Express. Flight number. ഒരു കാര്യം പറയുമ്പോഴേക്കും ജ്യൂസ് കുടിച്ച് മിക്കവാറും ഗൈസ്. പിന്നെ ആരും മറക്കാത്തൊരു കാര്യം, അതായത് ക്യാഷ് അക്കൗണ്ടിൽ വെച്ച് മറക്കരുത്. കാരണം എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ലിക്വിഡ് ആകാം. ഞാൻ ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് എന്നാണ് പഠിച്ചത്. കാരണം അക്കൗണ്ടിൽ വെച്ചിട്ട് ലിക്വിഡ് ആക്കാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ലിക്വിഡ് ആക്കാൻ ഒരു ഐഡിയ ഇല്ല. ആൻഡ് ഓൾസോ നോ മണി. ലിക്വിഡ് ആക്കാൻ മറന്നത് കൊണ്ട് നമ്മൾ ജ്യൂസുമായി ഇന്ന് 8 hour ലേ ഓവർ തീർക്കുന്നു. പിന്നെ ഗൈസ് വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്താ വെച്ചാൽ ഷാർജ എയർപോർട്ട് ലേ ഓവർ വലിയ പോരാ. ബഹ്റൈനാണ് എൻ്റെ ഫേവറേറ്റ്. ലൈക്ക് പോയാൽ ബഹ്റൈൻ ദുബായ് കിടില. ഷാർജ അത്ര പോരാ, അത്ര വലിയ ഇതൊന്നുമില്ല. ആകെ 2-3 കോഫി ഷോപ്പ് ഉണ്ട്. ഈ വ്ളോഗ് ക്യാമറ ഉണ്ട്, ഞാനുണ്ട്, പിന്നെ കുറേ ആൾക്കാർ. ഗൈസ് പിന്നെ എയർപോർട്ടിൻ്റെ ഒരു കോമഡി എന്താ വെച്ചാൽ ഓരോ തരം ആൾക്കാർ. അതായത് ഞാനിപ്പോൾ അവിടെ വെയിറ്റിങ്ങിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഇപ്പുറ സൈഡിൽ നിന്ന് ഒരു ഫിലിപ്പീനോ ഇന്തോനേഷ്യ ഫാമിലിറ്റോ കഴിക്കാനായിട്ട് അടിപൊളി ഓരോ ഭാഷയിൽ പറഞ്ഞിട്ട് സൈഡിൽ ഒരു അറബി ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കര ചൂടാവല് അറബി. ഇപ്പുറത്തൊക്കെ ഉണ്ട് നമ്മളെ ആൾക്കാർ റീൽസ് ഫുള്ള് കൗണ്ടിൽ റീൽസ് ഇട്ടിട്ട് പാട്ടും അടിച്ചു പൊളി. അതിൻ്റെ ഇടയിൽ ഞാനും ഇങ്ങനെ മൊണ്ണമാരി വ്ളോഗും ചെയ്യും. നല്ല രസമാണ് ഓരോ ആൾക്കാരെയും കണ്ട് ഇങ്ങനെ ഇരിക്കാൻ. ടൈം പോകണ്ടേ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അവിടെ എയർ അറേബ്യ ഫ്ലൈറ്റ്, പിന്നെ ജെറ്റ്, അടിയിൽ വേറെ ലോഞ്ച് ഉണ്ട്.
ഇറ്റ്സ് ഫോർ അനദർ ട്രാവൽസ്. ഇതിപ്പോൾ കാലി നോ വൺസ് അറൗണ്ട്.